TV പ്രസാദ് ഞങ്ങളെ പ്രതിനിധിയും അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക്. പ്രസാദ്, ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഇപ്പോൾ പകൽ വെളിച്ചമാവുന്നു, ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചുപോയ അവസ്ഥയിലാണല്ലോ. എങ്ങനെയായിരിക്കും അവിടെ രക്ഷാപ്രവർത്തനം? വിനീത, നമ്മളിപ്പോൾ ഈ ചൂരൽമല ഭാഗത്ത് നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇതാണ്, ഈ ഭാഗമാണ് ചൂരൽമല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി ഒരു താൽക്കാലിക പാലം ഇന്നലെ ഒരുക്കിയിട്ടുണ്ട്. ആ താൽക്കാലിക പാലം വഴിയാണ് രക്ഷാപ്രവർത്തകരുൾപ്പെടെ ഈ ഭാഗത്തേക്ക് വരുന്നത്. അവരുടെ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവുകയും ചെയ്ത് ഇവിടെ നിന്നുള്ള ദുരന്ത ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വിനീത. അതായത് ഇന്നലെ ആർത്തലച്ച് വന്ന ഉരുൾപൊട്ടലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ കാണാം. ഈ കാണുന്ന പ്രതലത്തിലേക്ക് ഒന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ കാൽ മുഴുവൻ താഴ്ന്നു പോകുന്ന രീതിയിലുള്ള വലിയ ചളിയാണ് ഇവിടെ എങ്ങുമുള്ളത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ മണ്ണ് പോലെ ഉണ്ടാകും, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വലിയ ആഴത്തിലേക്കാണ് ഇങ്ങനെ ചളി ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ ഇതാണെങ്കിൽ കുറച്ചപ്പുറം എന്തായിരിക്കും സ്ഥിതി എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയും ഭീകരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കുടുങ്ങിപ്പോയ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. NDRFൻ്റെ ഉദ്യോഗസ്ഥർ, കരസേന അംഗങ്ങൾ, അതുപോലെ തന്നെ ഫയർഫോഴ്സിലെ ജീവനക്കാർ, മറ്റ് സംവിധാനങ്ങൾ എല്ലാവരും രാവിലെ മുതൽ തന്നെ സജീവമായി കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ താൽക്കാലിക പാലം വഴിയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത് ചെറിയ ഒരു തോട് പോലെയുള്ള ഒരു അരുവി എന്ന് നമുക്ക് പറയാം. ഒരു നദിയൊന്നും പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഒലിച്ചു വന്നുള്ള വലിയ ദുരന്ത ഭൂമിയായി മാറിയത്. ഇവിടെയുള്ള കെട്ടിടങ്ങൾ, അതിൽ പകുതി ഭാഗത്തിലധികവും ചെളി നിറഞ്ഞിരിക്കുകയാണ്. ശക്തമായ മഴയാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉള്ളത്. രാവിലെ നേരത്തെ അനുകൂലമായ കാലാവസ്ഥയായിരുന്നുവെങ്കിൽ പിന്നീട് ഇപ്പോൾ മഴ പെയ്തു തുടങ്ങി. ശക്തമായ മഴയാണ്. കലങ്ങിയ വെള്ളം, ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിനീത, ഇതുവഴിയാണ് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകേണ്ടത്. ഇതുവഴിയായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. ആ റോഡ് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്തു. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തകരുടെ കൂടെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ആളുകൾ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയില്ല. ജീവനുള്ള ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ മുൻഗണന. പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കണമെങ്കിൽ യന്ത്രസാമഗ്രികൾ വേണം, മറ്റ് സജ്ജീകരണങ്ങൾ വേണം. എല്ലാം കൊണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക്, നമ്മളിപ്പോൾ കാണുന്ന റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്ന് മാത്രമേ പോകാൻ കഴിയൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞത്. ഇതുപോലെ തേയിലത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സുന്ദരമായ പ്രദേശമായിരുന്നു മിനിഞ്ഞാന്ന് രാത്രി വരെ ഈ പറയുന്ന മുണ്ടക്കൈയും ചൂരൽമലയും അട്ടമലയുമെല്ലാം. പക്ഷേ എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്തഭൂമിയായി മാറുന്നതാണ്. പ്രസാദ്, അവിടെ മഴ തുടരുന്നുണ്ട്. അതൊരു പ്രതിസന്ധി തന്നെയായിരിക്കും രക്ഷാപ്രവർത്തനത്തിന് എന്ന് ഉറപ്പാണ്. പക്ഷേ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. പലരെയും ഇന്നലെ ഈ മുണ്ടക്കൈയിൽ നിന്ന് ചൂരൽമലയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നതായിരുന്നു വലിയ പ്രതിസന്ധി. ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചാൽ അതിനൊരു പരിഹാരമാകുമെന്ന് കരുതാം. ഇന്നലെ ഓരോരുത്തരെയായി ഈ കയറിൽ പിടിച്ച് ഈ കുത്തൊഴുക്കുള്ള വെള്ളത്തിലൂടെ മറുകരയിലേക്ക് എത്തിക്കുന്ന സാഹസികമായ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പ്രസാദ്, ഇപ്പോൾ ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ NDRFിൻ്റെയും റെസ്ക്യൂ സംഘം മുണ്ടക്കൈയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി ആളുകൾ ഇന്നലെ പല റിസോർട്ടുകളായി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. കുറേയധികം ആളുകളെ മദ്രസയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
മദ്രസ കേന്ദ്രീകരിച്ച ആളുകൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പല പ്രേക്ഷകരും വിളിക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ഏറ്റവും വലിയ പ്രതിസന്ധി ആരെയൊക്കെ കാണാതായിട്ടുണ്ട്, കുറേ പേരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ആരൊക്കെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു, എത്ര പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള അതിൻ്റെ ഒരു വിവരങ്ങൾ ലഭ്യമല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ ബന്ധുക്കൾക്ക് പല ആശങ്കയുമുണ്ട്. പ്രസാദ്, ഇപ്പോൾ പോകുന്ന മുണ്ടക്കൈയിൽ ഭാഗത്ത് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം എന്ന് കലക്ടർ തന്നെ പറയുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ അത്തരം പരിശോധനകൾക്ക് തന്നെ ആയിരിക്കും പ്രാധാന്യമല്ലേ? ഒപ്പം ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന, പല വീടുകളിലെയും മേൽക്കൂര മൂടി നിൽക്കുന്ന നിലയിലാണ് മണ്ണ് കാണുന്നത്. ആ ഘട്ടത്തിലുള്ള പരിശോധന എങ്ങനെയായിരിക്കും? ഇപ്പോൾ പ്രത്യേകിച്ച് യന്ത്രസാമഗ്രികളൊന്നും തന്നെ മറുകരയിലേക്ക് എത്തിക്കാവുന്ന അവസ്ഥ എത്തിയിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും NDRFന്റെ ഒരു ഓപ്പറേഷൻ ആ മേഖലയിൽ? വിനീത പറഞ്ഞത് തന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പ്രാഥമികമായി തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നതാണ്. പക്ഷേ അങ്ങനെയൊരു സാധ്യത എത്രത്തോളം ആളുകൾ ജീവനോടെ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സാധ്യതയും ഇവരുടെ മുമ്പിലില്ല എന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ പരമാവധി ഇന്നലെ തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ വിനീത പറഞ്ഞതുപോലെ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന രക്ഷാപ്രവർത്തകരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇതുപോലെ സുന്ദരമായ ഒരു പ്രദേശമായിരുന്നു ഈ ഉരുൾപൊട്ടൽ മേഖലയല്ലാത്ത പ്രദേശങ്ങളെല്ലാം. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും അതിനിടയിലൂടെയുള്ള റോഡും അതിന്റെ അരികിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രസാദിലേക്ക് എത്താം. ഇപ്പോൾ മിനിസ്റ്റർ